എറണാകുളം കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ 10 മണിക്കൂർ പിന്നിട്ടിട്ടും കരയ്ക്ക് ഇതുവരെ കയറ്റാനായിട്ടില്ല. നഷ്ടപരിഹാര തുക സംബന്ധിച്ച് സ്ഥലമുടമയുമായി ധാരണയിലെത്താത്തതിനാൽ മണ്ണുമാന്തി യന്ത്രം ഇതുവരെ സ്ഥലത്ത് എത്തിക്കാനായിട്ടില്ല. എന്നാൽ ആനയെ മയക്കുവെടി വെക്കണമെന്ന നിലപാടിലാണ് നാട്ടുകാർ. കഞ്ഞിവെച്ചാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ആനയുടെ രഹസ്യമായിട്ട് ഇവിടെ ആകാരിയാവും. ഇവിടെ ജനസംഖ്യയുള്ള ഏറിയ ഈ ആന കയറി കഴിഞ്ഞാൽ തെറ്റാണ്. ആനയുടെ മയക്കോടി വെക്കണം. എന്തുകൊണ്ട് മയക്കോടി വെച്ചുകൂടാ? ഇത് ന്യായമായ ആവശ്യമില്ല. ഈ ആനകൾ ഏറ്റവും ചത്തവും ഇവിടെ ആൾക്കാർ ചത്തിരിക്കും. ഞങ്ങളെ നാട്ടുകാരെ ഞങ്ങളെ മൊത്തം ഞങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ മൊത്തം ഇവിടെ വിഷയമല്ല. ഞങ്ങൾ 8 കൊല്ലായി അവരെല്ലാം മുങ്ങിയെടുക്കുക. നമ്മളെ ചർച്ച വേണം. എന്തുകൊണ്ടാ ചർച്ച ചെയ്യാം? ഒരു കാര്യം അവർ അംഗീകരിച്ചിട്ടില്ല. ആനറിയാൻ ഞങ്ങളറിയാം. ആനനെ തടയും. ഞങ്ങളെ കൊന്നാലും വേണ്ടില്ല. ആന ഞങ്ങൾ വിടുന്നില്ല. ഈ പ്രാവശ്യം ആനയുടെ മയക്കി പിടിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങൾ തർക്കമില്ല. എല്ലാവരും വന്ന് പറയാൻ പറ്റുമോ? പഞ്ചായത്തില് ഇവിടെ 7-8 ദിവസം ചില ദിവസങ്ങൾ 21 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ആ സമയത്തോട് നമ്മൾ കുടിവെള്ളമില്ല. കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിലാണ് ഇവരുടെ കുടിവെള്ളം അങ്ങനെ അവർക്ക് കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിൽ ഇവർ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കടമയാണ്. പക്ഷെ അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾക്കൊന്നുമില്ല കയറി പോകുന്നുള്ളത്. ഇവരൊന്നും ചെയ്യാതെ കയറി പോകില്ല. അത്രയും കുത്തിവെച്ചാൽ എനിക്ക് തോന്നുന്നില്ല സാർ. അത്രയും കൂടുതൽ തരാണ് ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. ഇന്നൊരു പരിഹാരം ഉണ്ടാക്കില്ല. ഇവരിപ്പോ കിണർ കളഞ്ഞിട്ടുണ്ടല്ലോ. ഒരു രൂപ നഷ്ടപോയാൽ ഇവര് കൊടുക്കില്ല. ഇത് അങ്ങോട്ടൊന്നും ഉറപ്പ് പറയുന്നില്ല. അവർക്കും ഒരുപാട് റബ്ബറുകൾ ഓടിച്ചിട്ടുണ്ട്. ഒരു കുടി കയറിയിട്ട് ഈ 2 അഞ്ഞൂറ് പറമ്പിൽ ആ റബ്ബർ മൊത്തം ഓടിച്ചു കഴിഞ്ഞു. അവരൊന്നും അതിന് നഷ്ടപരമായിട്ടൊന്നും അത് പറയാനുള്ളതൊന്നും ചെയ്യുന്നില്ല. കിണറിന്റെ ഭിത്തിയിടിച്ച് സ്വയം പുറത്തെത്താനാണ് ആനയുടെ ശ്രമം. ജനങ്ങൾ സഹകരിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ ജനങ്ങൾ കൂടി സഹകരിച്ചേ പറ്റുള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ കഴിവുകൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ജനങ്ങളുടെ പിന്തുണയും സഹായവും ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണം. എന്നാൽ ജനങ്ങൾക്ക് ആശങ്കയുള്ളത് കൊണ്ടും പ്രയാസങ്ങളുള്ളത് കൊണ്ടും ചിലപ്പോൾ അത് പ്രതിഷേധമായി മാറുന്നുണ്ട്. പക്ഷെ നമുക്കത് ശാന്തമായ അന്തരീക്ഷത്തിൽ സമവായത്തിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ശ്രമമാണ് ജില്ലാ ഭരണകൂടം നടത്തുക. വിവരങ്ങളുമായി കോതമംഗലത്ത് നിന്ന് ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ആജ്ഞ, മണിക്കൂർ 10 കഴിയുമ്പോഴും നാട്ടുകാരുടെ പ്രതിഷേധം ഒരു വശത്ത്, ആനയെ പുറത്തു കടത്താനാവാത്തതുകൊണ്ട് ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ള സംശയം മറൊരു വശത്ത്. ഇതേത് തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത്? എന്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആഭരണ പ്രതിഷേധം വളരെ വലിയ രീതിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ആന ഇപ്പോൾ പറഞ്ഞതുപോലെ 10 മണിക്കൂറോളമായി ആന ഈ കിണറ്റിൽ വീണിട്ട് ആനയെ കരകയറ്റണം. അക്രമാസക്തനായ ഒരു നിലയിലാണ് ആന ഇപ്പോൾ നിലകൊള്ളുന്നത്. കാരണം ശരീരം മുഴുവൻ മുറിവുകളുണ്ട്. ആനയെ സംബന്ധിച്ചിട്ട് ആന അതിന്റേതായ വഴിയിലൂടെ കയറിപ്പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് വിജയകരമാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവിടെ ചെങ്കല്ലാണ്. അതിന്റെ ഒരു വശത്തുകൂടി കുറച്ച് മണ്ണിട്ട് കെട്ടിയ ഒരു വഴിയുണ്ട്. ആ ഭാഗമാണ് ആന കുത്തി ഇടിക്കുന്നത്. അവിടെ കുറച്ച് കല്ലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ കല്ലുകളൊക്കെ ഇതിന്റെ ശരീരത്തേക്ക് വീണ് കൂടുതൽ മുറിവുകൾ കൂടുതൽ ആഴത്തിലാകുന്ന അല്ലെങ്കിൽ കൂടുതൽ പരുക്കുകൾ ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോൾ ആന എന്തായാലും പരിശീലനമായിട്ടുണ്ട്. ഇന്നലെ 10 മണിക്കൂർ കൊണ്ട് ആ വെള്ളത്തിൽ നിൽക്കുന്നതിന്റെ സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും ആന എങ്ങനെ കരയ്ക്ക് കൊണ്ടുവരും എന്നൊരു ചോദ്യം ഇപ്പോൾ ബാക്കിയാവുകയാണ്. കാരണം മയക്കുവെടി വെക്കാതെ ആനയെ കയറ്റി വിടുന്നതിൽ അത് പോകുന്നത്. കാരണം 3 കിലോമീറ്റർ ദൂരത്താണ് ഈ കോട്ടപ്പുറം വനമേഖലയുള്ളത്. ഈ വനമേഖലയിലേക്ക് എത്തണമെങ്കിൽ ആന ഈ ജനവാസ മേഖലയിലൂടെ തന്നെ സഞ്ചരിച്ച് വേണം ഇവിടെ വനത്തിനുള്ളിലേക്ക് കടക്കാൻ. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അടുത്ത നടപടി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. കാരണം ഈ സ്ഥലത്തേക്ക് ഇത് കൊണ്ടുവരാൻ JCB കൊണ്ടുവരാൻ, യന്ത്രങ്ങൾ കൊണ്ടുവരാൻ സ്ഥലമുടമ സമ്മതിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം ഏക്കർ കണക്കിന് അദ്ദേഹത്തിന് കൃഷിയുണ്ട്. അത്രയും സ്ഥലം കടന്നു വേണം ഇവിടേക്ക് JCB എത്താൻ. അതിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ ചോദിക്കുന്നു. പക്ഷേ SPയും DFOയും അടങ്ങുന്ന സംഘം അദ്ദേഹവുമായി ചർച്ച നടത്തി നഷ്ടപരിഹാരം വേണമെന്ന നിലപാടിൽ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഫണ്ടില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ എന്നൊരു കാരണം കാട്ടി അതിൽ തീരുമാനമാകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാത്രമല്ല, മയക്കുവെടി വെക്കണമെങ്കിൽ തന്നെയും മറ്റ് സംവിധാനങ്ങൾ വേണം. ആനയെ ഇവിടുന്ന് ഉയർത്തിക്കൊണ്ടു പോകണമെങ്കിൽ കുങ്കിയാനയെ കൊണ്ടുവരണം. അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സംവിധാനങ്ങളും സന്നാഹങ്ങളും വേണം ഈ ഒരു ടാസ്ക് എത്തിപ്പെടണമെങ്കിൽ, അത് പൂർത്തീകരിക്കണമെങ്കിൽ തന്നെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എങ്കിലും ആളുകൾ ഇത്ര പ്രകോപിതരായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരെയെങ്ങാനും തനിയെ കയറിപ്പോയാൽ ഉദ്യോഗസ്ഥരെ ഇവിടുന്ന് വെറുതെ വിടില്ല എന്നുള്ള ഭീഷണി മുഴക്കി ആളുകൾ അങ്ങേയറ്റം പ്രകോപിതരായി അക്രമാസക്തരായി നിലകൊള്ളുന്ന ഒരു സാഹചര്യം അല്പം മുൻപ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എല്ലാവരെയും ആ കിണറിന്റെ അടുത്തേക്ക് വിടാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ പോലീസും ശ്രമിക്കുന്നുണ്ട്. അതേസമയം വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി, ശക്തമായ വിമർശനവുമായാണ് ഇവിടുത്തെ ആളുകൾ എത്തിയിരിക്കുന്നത്. ഇത് 8-10 വർഷമായി ഇവിടം നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കാട്ടാന പ്രശ്നം, വന്യജീവി പ്രശ്നം. ഇതിനൊന്നും പരിഹാരം കാണാൻ ഇതുവരെ വനം വകുപ്പ് തയ്യാറായിട്ടില്ല. കൃഷി നശിച്ചാൽ തന്നെ അതിന് വേണ്ട വിധത്തിൽ നഷ്ടപരിഹാരം നൽകാനോ അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ പരിഗണിക്കാനോ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. ഇത് ഇവിടുത്തെ ആളുകൾ ആന വീണപ്പോൾ ഇവിടെ ഓടിയെത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതേസമയം ഞങ്ങൾക്ക് ആക്രമണം ഉണ്ടായാൽ അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യമില്ല. ഇതൊക്കെ ആളുകൾ ചോദിക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം കൂടി ഇവിടെയുണ്ട്. ഒരുപക്ഷെ അത് മാത്രമായിരിക്കും ഇപ്പോൾ നിലവിൽ ആപ്ലിക്കബിൾ ആകുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക, 144 പ്രഖ്യാപിക്കുക എന്നൊരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് വേണം മനസ്സിലാക്കാൻ. അതായത് ജനങ്ങൾ സഹകരിക്കുകയാണ് വേണ്ടത് എന്ന് വനം മന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യം. പക്ഷെ ആ തരത്തിലേക്ക് കാര്യങ്ങൾ ഒരു കണക്കിലും പോകുകയില്ല. മയക്കുവെടി വെക്കാതെ മറ്റൊരു വഴിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പരിഹാര മാർഗം അംഗീകരിക്കാനാവില്ല എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ജനങ്ങൾ എന്ന് തന്നെയാണോ പറയുന്നത്? അതായത് നിരോധനാജ്ഞ അല്ലാതെ ഇതിനൊരു ഒരു തരത്തിലുള്ള ഒരു സമവായ ചർച്ചയും ഫലപ്രദമാകുന്നില്ല എന്ന് കൂടിയാണോ? നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടില്ല പറഞ്ഞ നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് എന്നാണ് പോലീസിന്റെ നിരീക്ഷണം. അങ്ങനെ ഒരു സാഹചര്യമാണ് അവർ നമ്മളോട് ചർച്ച ചെയ്ത്. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഒരു വലിയ പ്രശ്നമാണ്. ആന കയറിപ്പോകുന്ന വഴിയിലൊക്കെ ജനവാസ മേഖലകൾ ഉണ്ടാകും. കൃഷി നശിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ എതിരെ വരുന്ന ആളുകൾക്ക് അപകടമുണ്ടായേക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ ആളുകളെ മുഴുവൻ ഇവിടെ പ്രകോപിതരായി നിൽക്കുന്ന ആളുകളെ എന്നുള്ളതല്ല, ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് വരേണ്ടുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ നിരോധനാജ്ഞ എന്നൊരു ഇതിലേക്ക് പോലീസ് അങ്ങനെ സൂചന, അങ്ങനെ സാധ്യതയാണ് പോലീസ് നമ്മളോട് അങ്ങനെ ചർച്ച ചെയ്തത്. എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക എന്നൊരു ആശങ്ക കൂടി ഇവിടെ ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ട്. പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുണ്ട് ആനയെ കയറ്റിവിടുന്നതിൽ. അല്ലെങ്കിൽ മയക്കുവെടി വേണമെന്ന് ആളുകൾ പറയുന്ന ആളുകളുടെ ആവശ്യത്തിനെ വഴങ്ങാൻ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പറയുന്ന JCB ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ കൊക്കോയും കാപ്പിയും റബ്ബറും ഒക്കെ നിൽക്കുന്ന വഴിത്താരകളാണ്, അല്ലെങ്കിൽ കൃഷിയിടങ്ങളാണ് ഇവിടെയുള്ളത്. ഇതൊക്കെ നശിപ്പിച്ചിട്ട് വേണം JCB കൊണ്ടുവരാൻ. അതല്ലെങ്കിൽ കുങ്കിയാനകളെ കൊണ്ടുവരാനായാലും ആനയെ മയക്കുവെടി വെച്ചിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമാണെങ്കിൽ പോലും ഈ സന്നാഹങ്ങളൊക്കെ ഇവിടെ എത്തണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനെങ്ങനെ പരിഹാരം കാണാം എന്നൊരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ
നിലവിൽ ഇവിടെ ഉള്ളത്. ആനയുടെ ആരോഗ്യനില അതേ തരത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇനിയൊരു പരിഹാരം, ഏത് തരത്തിലുള്ള ഒരു പരിഹാരം കൊണ്ടുവരണമെങ്കിലും അതിന് ഇനിയും മണിക്കൂറുകൾ എടുക്കേണ്ട ഒരു സാഹചര്യം, പ്രതിഷേധം തീരാത്ത ഒരു സാഹചര്യം, ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മുറിപ്പാടുകളുണ്ട് എന്നുള്ള നിരീക്ഷണങ്ങൾ. ഈ 10 മണിക്കൂറോളം കഴിയുമ്പോൾ ഇനി എത്ര നേരത്തേക്ക് കൂടി ഈ തരത്തിൽ തുടരാനാകും എന്നുള്ള മറ്റൊരു ചോദ്യം. അതിനൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉത്തരം ഉണ്ടാകുന്നുണ്ടോ? എത്ര നേരം എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും അതായത് ഈ പറയുന്ന ടാസ്ക് തുടങ്ങിയിട്ടില്ല, ശരിക്കും ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അതിനുള്ള ഒരു നടപടിയുമായിട്ടില്ല. എങ്ങനെയാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ തീരുമാനം പോലും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏത് സാഹചര്യത്തിൽ തുടങ്ങും, എത്ര സമയമെടുക്കും, എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര ദൂരത്താണ്. അത് കൃത്യമായി വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, അതിന് പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. അത് നാട്ടുകാർ പ്രകോപിതരായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 144ന്റെ ഒരു സാധ്യതയെ പറ്റി ഇപ്പോൾ വരുന്ന വാർത്ത നിരോധനാജ്ഞ, സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സൂചനകൾ പോലീസ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് കൂടിയാണ് ആജ്ഞ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിരോധനാജ്ഞ സ്ഥലത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് സമവായ ചർച്ചകൾ അവസാനിച്ചു, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കൊണ്ടുകൂടിയാണ് നിരോധനാജ്ഞയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ വരികയാണ്. സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ വാക്കുകളൊക്കെയാണ് ജനങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ ഒരു സമവായത്തിലേക്ക് കടക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ജനക്കൂട്ടം നിരോധനാജ്ഞ കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ അത് ഏത് തരത്തിലായിരിക്കും ഉൾക്കൊള്ളുക? MLA ആന്റണി ജോൺ ഇപ്പം നമ്മളൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. കോതമംഗലത്ത് പരിഹാരം വൈകുന്നു, സമവായം വൈകുന്നു, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇത് 10 മണിക്കൂറോളമായി തുടരുന്നതാണ്. അപ്പോഴും ആനയെ പുറത്തെത്തിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായ ഒരു വശത്ത് തുടരുന്ന സാഹചര്യമുണ്ട്. മയക്കുവെടി വെക്കാതെ ആനയെ പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളൊരു നിലപാടിൽ ജനം നിൽക്കുന്ന ഒരു സാഹചര്യം. ജനങ്ങളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന വനം വകുപ്പ്, വനം മന്ത്രി ആ തരത്തിൽ മറുവശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരമാർഗം കണ്ടെത്താൻ കഴിയാതെ 10 മണിക്കൂറോളമായി കിണറ്റിൽ തന്നെ കഴിയുന്ന കാട്ടാനയ്ക്ക് പരിക്കേറ്റതായിട്ടുള്ളതും മുറിപ്പാടുകളുള്ളതും ആയിട്ടുള്ളൊരു സാഹചര്യം. അങ്ങനെ സാഹചര്യം മോശമായി തുടരുന്ന ഒരു സ്ഥിതി, മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് സമവായ ചർച്ചകൾ പരാജയപ്പെട്ടിടത്ത് സ്ഥലത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിവരം കൂടിയാണ് വരുന്നത്. ഏതായാലും ഒരിക്കൽ കൂടി ആജ്ഞ കൂടുതൽ പ്രതികരണങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ അവിടെ? അങ്ങനെ ഏത് തരത്തിലായിരിക്കും ജനങ്ങളുടെ പ്രതികരണം എന്നും കൂടി ഉറ്റുനോക്കുകയാണ് അങ്ങനെ ഒരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അപർണ, ഇപ്പോൾ MLA-മാരും മറ്റുദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്ത് സന്ദർശനം നടത്തുന്നുണ്ട്. ആന്റണി ജോൺ MLA, മറ്റുള്ള ഉദ്യോഗസ്ഥരൊക്കെ, DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ ആൾക്കൂട്ടം പ്രകോപിതരാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എല്ലാവരും അവരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ആന്റണി ജോൺ MLA സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. MLA-മാരടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. ആജ്ഞയിലേക്ക് വളരെ പെട്ടെന്ന് വരാം. പ്രതികരണങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഏതു തരത്തിൽ നിരോധനാജ്ഞയോട് ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ളത്. കോട്ടപ്പടി പഞ്ചായത്തിലെ
1, 2, 3, 4 വാർഡുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിനകത്ത് നേരത്തെ വളരെ അതിവൈകാരികമായിട്ട് തന്നെ ജനങ്ങൾ പ്രതികരിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് കൊണ്ട് അനുഭവിക്കുന്നത്. കുടിവെള്ളമില്ലാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്, വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനകത്തൊന്നും പ്രതികരിക്കുകയോ ഇടപെടുകയോ ചെയ്യാത്ത, ചെവി കേൾക്കുകയോ ചെയ്യാത്ത വനം വകുപ്പ് കാട്ടാന കിണറ്റിൽ വീണപ്പോൾ ഓടിയെത്തി ജനങ്ങളോട് അവഗണനയാണ് എന്ന തരത്തിലുള്ള വലിയ പരാതികളൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ തന്നെ ഈ ആനയെ പുറത്തെത്തിക്കാനുള്ള ഒരു മാർഗത്തിലേക്കും കടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 10 മണിക്കൂറോളമായി ആനയ്ക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുക. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളുടെ സഹകരണമില്ലാതെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. മയക്കുവെടി വെക്കണമെങ്കിൽ അതിനെടുക്കേണ്ടി വരുന്ന സമയവും സാങ്കേതിക സമയ ദൈർഘ്യവും എല്ലാം വിഷയമാകുന്ന ഒരു സാഹചര്യം. അതിനിടയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയും പോയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങളുമായി ആജ്ഞ നമുക്കൊപ്പം ചേരും അല്പസമയത്തിനകം. കോതമംഗലം കോട്ടപ്പടിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. MLA അടക്കം സ്ഥലത്ത് സന്ദർശനം നടത്തുകയാണ്. മറ്റ്